പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ പോകുന്നത് രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിൽ ഏകദേശം 13 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന കോദണ്ഡരാമ ക്ഷേത്രം കാണാൻ വേണ്ടിയാണ്. ചുറ്റും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് കടലിന് നടുവിലൂടെയുള്ള റോഡിലൂടെ യാത്ര ചെയ്തു വേണം ഈ ക്ഷേത്ര നടയിൽ എത്തിച്ചേരാൻ വേണ്ടി. പുരാണ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രം രാമേശ്വര യാത്രയിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ്. 500 മുതൽ 1000 വർഷം വരെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ 1964 വീശിയ ചുഴലിക്കാറ്റിനെ ചെറുത്ത് നിന്ന ഒരേ ഒരു ക്ഷേത്രം ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് പോയി. എല്ലാം മണ്ണിന്റെ അടിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ ഈ ഒരു ക്ഷേത്രത്തിന് മാത്രം യാതൊരുവിധ കേടുപാടുകളോ ഒന്നും കൂടാതെ ആ പൂർവ്വസ്ഥിതിയിൽ തന്നെ നിൽപ്പുണ്ട്. അതൊരു അതിശയമായിട്ട് തോന്നുന്നു. ഇവിടെ വെച്ചാണ് ശ്രീരാമദേവനെ ലങ്കാപതിയായ രാവണന്റെ സഹോദരൻ വിഭീഷണൻ വന്ന് കണ്ടതെന്ന് ഐതിഹ്യമുണ്ട്. രാമരാവണ യുദ്ധത്തിന് മുൻപും ശേഷവും വിഭീഷണൻ എത്തിയിരുന്നത് ഇവിടെയാണ്. യുദ്ധത്തിന് ശേഷം ലങ്കയുടെ അധിപനായി വിഭീഷണനെ വാഴിക്കുവാനായിട്ട് ശ്രീരാമദേവൻ തീരുമാനിക്കുന്നതും ഇവിടെ വെച്ചാണെന്നാണ് ഐതിഹ്യമുള്ളത്. ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീരാമദേവനും സീതാദേവിക്കും ലക്ഷ്മണസ്വാമിക്കും ഒപ്പം തലപ്പാവണഞ്ഞ ഗിരീഷ്ണ രൂപവും കാണാൻ സാധിക്കും. ഇവിടുത്തെ ഉത്സവം മെയ് ജൂൺ മാസത്തിലാണ് നടത്തപ്പെടുന്നത്. കൂടാതെ രാമേശ്വര ക്ഷേത്രത്തിലെ രാമലിംഗ പ്രതിഷ്ഠ നടത്തുന്നതിനോടൊപ്പം തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തപ്പെടുന്നത്. ശ്രീരാമദേവൻ സർവാഭരണ വിഭൂഷകനായി സ്വർണ്ണകേടകത്തിൽ വിഭീഷണനെ പട്ടാഭിഷേകം ചെയ്യുന്നതിനായി എഴുന്നള്ളുന്നതിനുള്ള ചടങ്ങുകൾ നടത്തപ്പെടുന്നു. ഇത് കണ്ട, ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടല് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഈ റോഡ് തന്നെ ഉണ്ടായത് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഈ റോഡ് വന്ന് നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. എവിടെ നിന്നൊക്കെ എന്തോരം തീർത്ഥാടകരാണ് ഈ ക്ഷേത്രം കാണാൻ വേണ്ടി വന്നത്. നിങ്ങൾ നോക്കി കണ്ട, തിരക്ക് കണ്ട. ഇനി നമ്മള് വണ്ടി കൊണ്ടുപോയി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് വേണം ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. കൊല കണക്കിന് കരിക്കാണ് നിരത്തിയിട്ടേക്കുന്നത്. സാധാരണ എല്ലാരും പറയും തമിഴ്നാട്ടിലെ കരിക്കൊന്നും കഴിക്കല്ലേ, വിഷമാണ്. ഈ കരിക്ക് ഉണ്ടാക്കുമ്പോ തന്നെ ഈ പൂങ്കുല ആകുമ്പോ തന്നെ ഇവര് വിഷം അടിക്കും, പെട്ടെന്ന് കായ്ക്കാനും വലുതാകാനും ഒക്കെയാണ്. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ. എന്തായാലും ഇവിടുത്തെ കരിക്ക് നല്ല വലിപ്പമുള്ള കരിക്കുവാണ്, കാണാൻ തന്നെ നല്ല സെറ്റപ്പാണ്. ആര് കണ്ടാലും ഒന്ന് വാങ്ങിച്ച് കുടിക്കും. നമ്മുടെ നാട്ടില് ഉണക്ക ചുക്കടിച്ചല്ലേ കിടക്കുന്നത്. എന്നാ കേര നിരകളാടുന്ന ഹരിതചാരി എന്നൊക്കെ പറഞ്ഞ കേരളത്തെ കുറിച്ചാണ്, തെങ്ങും തോപ്പുകളെ കുറിച്ച്. ഇവിടെ ഉണ്ട്, വരുന്ന വഴിക്ക് ഞാൻ കണ്ടു കേട്ടോ കുറേ തെങ്ങിൻ തോപ്പുകൾ. ഇതുപോലെ കരിക്കിന് വേണ്ടി നിർത്തിയേക്കുവാണ് കേട്ടോ. എന്തായാലും ദേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തായാലും ഞാനിവിടെ ഇറങ്ങി കേട്ടോ. ഞാനിവിടെ തന്നെ നിൽക്കുവാണ്. കശ്മീർ പോയിട്ട് നമ്മുടെ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കാണാനും പിടിക്കാനും വേണ്ടി പോവുക. ഇത് കണ്ട, ഇവിടെ വരുന്നവർ ബീച്ചിലൊക്കെ ഇറങ്ങും കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ ഈ കടലിൽ വന്ന് കുളിച്ചിട്ടാണ് കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാനങ്ങനെ കണ്ടില്ല കേട്ടോ അങ്ങനെ ആരും കയറുന്നത്. ചിലപ്പോ എൻ്റെ ഒരു തോന്നലാകാം, അതിന്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലാരും കരിക്ക് വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട, എന്തായാലും നമുക്ക് ഒരു കാര്യം ഓർത്ത് അഭിമാനിക്കാം. ഇത്രേ അതിശക്തമായ ചുഴലിക്കാറ്റ് വന്നിട്ട് അതിനെ ചെറുത്ത് നിൽക്കാൻ ഇതിന് കഴിഞ്ഞല്ലോ അല്ലേ? അതിശയം തോന്നുവാണ്.
പഴയകാല ക്ഷേത്രമാണ്. എത്രയോ വർഷത്തിന് മുമ്പുള്ള, എന്നോർത്ത് 500-1000 വർഷമൊക്കെ ഇതുകൂടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. പ്രധാന വിഗ്രഹമായ രാമനെ വില്ല് അഥവാ കോദണ്ഡം ഉള്ളതായി ചിത്രീകരിച്ചിരിക്കുന്നു. അതിനാൽ വിഗ്രഹത്തിന് കോദണ്ഡരാമസ്വാമി എന്ന പേര് ലഭിച്ചു. കോദണ്ഡരാമസ്വാമി ക്ഷേത്രം ഹിന്ദുക്കളുടെ ദേവനായ രാമന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം തരംതിരിച്ചിട്ടുണ്ട്. രാവണന്റെ ഇളയ സഹോദരനായ വിഭീഷണൻ രാമനോടും വാനര സൈന്യത്തോടും അഭയം ചോദിച്ച സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പാരമ്പര്യം അനുസരിച്ച് സീതയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം വിഭീഷണൻ രാമന് തിരികെ നൽകാൻ ഉപദേശിച്ചു. എന്നിരുന്നാലും രാവണൻ ആ ഉപദേശം ചെവിക്കൊണ്ടില്ല. ഇത് വിഭീഷണൻ ലങ്കയിൽ നിന്ന് ഓടിപ്പോയി രാമന്റെ സൈന്യത്തിൽ ചേരാൻ കാരണമായി. വിഭീഷണൻ രാമന് കീഴടങ്ങിയപ്പോൾ വാനര സൈന്യം വിഭീഷണനെ ഒരു ചാരനാണെന്ന് വിശ്വസിച്ച് രാമനെ സ്വീകരിക്കേണ്ടെന്ന് ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും തനിക്ക് കീഴടങ്ങിയവരെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്ന് പ്രസ്താവിച്ച ഹനുമാന്റെ നിർബന്ധപ്രകാരം രാമൻ വിഭീഷണനെ സ്വീകരിച്ചു. രാവണനെ വധിച്ച ശേഷം രാമൻ വിഭീഷണനു വേണ്ടി പട്ടാഭിഷേകം ഈ സ്ഥലത്ത് നടത്തിയതായും പറയപ്പെടുന്നു. ശ്രീകോവിലിനുള്ളിലെ ചുവരുകളിൽ ചിത്രീകരിക്കുന്ന കഥയാണിത്. രാമായണ കാല ചരിത്രത്തോട് ബന്ധമുള്ള രാമേശ്വരം ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. കോദണ്ഡരാമ ക്ഷേത്രം, രാമേശ്വരം. അങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റിലും നടന്ന് ഇപ്പൊ ഫ്രണ്ടിലെത്തി കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കോദണ്ഡരാമ ടെമ്പിൾ. എല്ലാരും ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട്, പോയിട്ട് തിരിച്ചു വരുന്നതാണ്. ഒരുപാട് ആൾക്കാർ അതിന്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അതിന്റെ ഉള്ളിലും ഒരുപാട് കാഴ്ചകളും പ്രാർത്ഥിക്കാനുള്ള ഇടമൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. ഇവിടെ മരത്തിലൊക്കെ ഓരോ വഴിപാടുകളൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെ കെട്ടിയിട്ടേക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ട് ചുഴലിക്കാറ്റിനെ അതിജീവിച്ച നമ്മുടെ ക്ഷേത്രം. ഇത്രയും പഴക്കമുള്ള ക്ഷേത്രം, 1000 വർഷമെങ്കിലും പഴക്കമുള്ള ക്ഷേത്രം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പ്രത്യേകിച്ച് കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ. ഇങ്ങനെ നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നു. അതിനുശേഷം നമ്മൾ നേരെ വണ്ടി എടുത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേണ്ട, കടലിന്റെ നടുക്കൂടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ക്ഷേത്രം കടലിന്റെ നടുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ട് സൈഡിലും കടലാണ്, അതിന്റെ നടുക്കൂടെ നമ്മൾ ഈ റോഡിൽ കൂടെ വരുമ്പോഴാണ് ഈ ക്ഷേത്രം. അപ്പൊ കടലിന്റെ നടുക്ക് തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തന്നെ. ഇനി നമ്മൾ ഇതിന്റെ നടുക്കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കനാലിലെ തോടിന്റെ ഒക്കെ നടുക്കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, കടലിന്റെ നടുക്കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നില്ല. എന്തായാലും അതൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കേട്ടോ. അടിപൊളി വ്യൂ ആണ്, എന്ത് രസമാണ് നിങ്ങൾ നോക്കിയേ. ഈ വണ്ടികളൊക്കെ അങ്ങോട്ട് പോകും, ക്ഷേത്രം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എവിടുന്നൊക്കെയാണ് ആൾക്കാർ വരുന്നതെന്ന് അറിയാവോ? ഇത് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? ധനുഷ്കോടിയിലേക്കാണ്. അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ സങ്കടം വരും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.